50 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 90 ലക്ഷത്തിലേക്ക് അയാളത് മറച്ചു വയ്ക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കിടപ്പാടം വരെ പോകുന്നു. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു, 5 മാസം വാടക കൊടുക്കാനില്ല, എൻ്റെ വണ്ടി വിൽക്കുന്നു. നിരവധി വിശുദ്ധ ദൈവകുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും ആയിരം നന്ദി. എൻ്റെ പേര് റജീസ് ആൻ്റണി. കോട്ടയം ജില്ലയിലെ ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്താണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ സങ്കീർണമായ ഒരു കഷ്ടകാല സമയത്തൂടെ ഞാൻ കടന്നുപോയി. അതുവരെ ഞാൻ പ്രാർത്ഥന എല്ലാ ദിവസവും സായാഹ്ന പ്രാർത്ഥന നമ്മൾ ചെല്ലും, ഞായറാഴ്ച പള്ളിയിൽ പോവും, വല്ലപ്പോഴും ഒരു വാർഷിക ധ്യാനത്തിലോ മറ്റോ പങ്കെടുക്കും എന്നല്ലാതെ ഞാനൊരു വലിയ ദൈവവിശ്വാസിയോ അങ്ങനെ സ്ഥിരമായി പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും പങ്കെടുക്കുന്ന ഒരാളോ ആയിരുന്നില്ല. പക്ഷേ നമ്മൾ സത്യസന്ധമായി ജീവിച്ചാൽ മതി, നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടേതായ വഴിയിലൂടെ പോയാൽ മതിയെന്ന് വിചാരിച്ചിരുന്ന എനിക്ക്, ഞാൻ 2000 ആണ്ടിൽ സിനിമാ രംഗത്ത് വന്നതാണ്. ഞാൻ MCOM പഠനം കഴിഞ്ഞ് മാക്ട ചലച്ചിത്ര കളരിയിലൂടെ ഡയറക്ഷൻ കോഴ്സ് പഠിച്ച് സിനിമയിൽ വന്നതാണ്. അന്ന് മുതൽ ഞാനൊരു സ്വതന്ത്ര സംവിധായകനാകാനുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുകയായിരുന്നു. 2015 ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയായിരുന്നു എനിക്ക് ആദ്യമായി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. വിനീത് ശ്രീനിവാസനൊക്കെ അഭിനയിച്ച സൂപ്പർ ഹിറ്റായിട്ടൊരു സിനിമ. അത് കഴിഞ്ഞ് 2024 ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ പരീക്ഷണ കാലഘട്ടം സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഓർക്കാൻ സാധിക്കാത്ത വിധം അത്രയും കഷ്ടകാലം പിടിച്ച ദിവസങ്ങളായിരുന്നു. അപ്പോൾ അതിസങ്കീർണമായ പ്രശ്നങ്ങളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, തൃശ്ശൂരുള്ള ഒരാളാണ്, അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. ഞാനിന്ന് കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കൃപാസനം പത്രം അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, പലരും പത്രം വിതരണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, അതിലെ അനുഭവ സാക്ഷ്യങ്ങൾ വായിച്ചിട്ടുണ്ട്, എന്നാലും ഞാനിവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ മുന്നിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഈ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പാപ്പന് തലയിൽ ഒരു ചെറിയ ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അവർ വീട്ടുകാരോടൊപ്പം ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല, അവരുടെ കൂടെ വരേണ്ട ആളായിരുന്നു, പക്ഷേ വരാൻ സാധിച്ചില്ല. അപ്പോൾ അവർ വന്ന് തിരിച്ചു പോയി സ്കാനിങ് ചെയ്തപ്പോൾ ആ ഒരു ട്യൂമറിൻ്റെ ആരംഭം ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്, രജിസ്റ്റർ പറ്റുമെങ്കിൽ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പല പ്രോജക്റ്റുകളും അന്വേഷിച്ച് നടക്കുന്നു. അതിൻ്റെ ഒരു കഷ്ടപ്പാടിനിടയ്ക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞു, നമുക്കെന്നാൽ ഒരുമിച്ച് പോകാം. പക്ഷേ അദ്ദേഹം ഫാമിലിയും തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വഴി ഇവിടെ വന്ന് കാറിന് പോയപ്പോഴും എനിക്കന്ന് അവരുടെ കൂടെ വരാൻ പറ്റിയില്ല. പിന്നീട് ഇങ്ങനെ കാര്യങ്ങൾ ഓരോ ദിവസവും ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ വരുന്ന പോയിട്ട് മാതാവിനെ ഒന്ന് കണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ രാവിലെ വന്നു. അന്നിവിടെ രാവിലെ കുർബാനയുണ്ട്. കുർബാന കൂടി ബ്രദർമാരുടെ പ്രസംഗം കേട്ടു, അച്ഛന്മാരുടെ പ്രസംഗം കേട്ടു, ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ മൂലക്കിരുന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് മാതാവിനെ കാണാൻ പറ്റാതെ. ഞാൻ വന്നപ്പോൾ തന്നെ മാതാവിനെ നോക്കി, പക്ഷേ മാതാവിനെ കാണാൻ പറ്റുന്നില്ല. ഈ സൈഡിലാണ് മാതാവിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് മാതാവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് മാതാവിൻ്റെ രൂപം വന്നിട്ട് എന്നോട് എന്തോ പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു പരീക്ഷണ കാലഘട്ടം ഞാൻ പറയാം. ഈ സെക്കൻഡ് ക്ലാസ് യാത്ര വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് എനിക്കൊരു വലിയൊരു പ്രോജക്റ്റ് കിട്ടി. മലയാളത്തിലെ വലിയൊരു പ്രമുഖ നടൻ്റെ ഒരു ഡേറ്റ് കിട്ടി. അത് എന്നെ അതുവരെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിർമ്മാതാവ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു സമയത്ത് എൻ്റെ കയ്യിലൊരു കഥയുണ്ടായിരുന്നു. ആ കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ നടനോട് പറയുന്നു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ പ്രോജക്റ്റ് നീക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് മറ്റൊരു സിനിമ വന്ന സമയത്ത് ഈ നടൻ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഈ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ, വേറൊരു സബ്ജക്റ്റ് കുറച്ചുകൂടി ഒരു വലിയൊരു ക്യാൻവാസിലുള്ള ഒരു സബ്ജക്റ്റ് എന്നോട് ചോദിച്ചു. ഞാനങ്ങനെ ഒരു സബ്ജക്റ്റ് പറയുന്നു. അപ്പോൾ അത് ചെറിയൊരു ബജറ്റിന് പകരം വലിയൊരു ബജറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. അപ്പോൾ ഞാൻ ഒരു നാട്ടിൽ കോട്ടയത്ത് എൻ്റെ ഒരു 2 ഏക്കർ സ്ഥലം വെച്ചിട്ടൊരു കാർഷിക വായ്പ സിനിമയിൽ നിൽക്കാൻ വേണ്ടി, ഞാൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ എൻ്റെ വീട്, എനിക്കൊരു മോളുണ്ട്, വൈഫുണ്ട്, ഞാൻ കുടുംബം വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി ഞാനൊരു കാർഷിക വായ്പ എടുത്തു. അത് 9 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. ആ 9 ലക്ഷം രൂപയോളം എനിക്ക് ബാങ്കിൽ, എൻ്റെ ഫാദർ മരിച്ചുപോയി ബാങ്കിലായിരുന്നു. അപ്പം ബാങ്കിൽ നിന്ന് SBTയിൽ നിന്ന് പൂജപ്പുരയിൽ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നു, എന്നും വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പ്രൊഡ്യൂസർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്.
എൻ്റെ വീട്ടിൽ വരുന്നു. അദ്ദേഹം ഒരു പക്ക ഫാമിലി മാനാണ്, വെൽ ഡ്രസ്ഡ്, വെൽ ജെൻറ്റിൽമാന്. അദ്ദേഹത്തിനും എന്നെപ്പോലെ തന്നെ ഒരു മോളാണുള്ളത്. അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വരുന്നു. ഞാൻ അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നു. അദ്ദേഹം എൻ്റെ ചേട്ടനെ പോലെ എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. അദ്ദേഹം എന്നോട് പറയുന്നു, നിൻ്റെ ലോണ് അവിടെ നിന്നൊക്കെയുള്ള പ്രഷർ കാരണം നിനക്ക് സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നിന്നെ ഒന്ന് ഞാൻ സഹായിക്കാം. നമുക്ക് ഈ നടന് ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയൊരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ഈ എൻ്റെ ലോണിന് ഒരു ആശ്വാസം കിട്ടും. അദ്ദേഹത്തിന് കുറച്ച് ഫണ്ട് ഒന്ന് ഈ നടന് കൊടുക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് എൻ്റെ 2 ഏക്കർ സ്ഥലം പ്ലഡ്ജ് ചെയ്യിക്കുകയാണ്. പ്ലഡ്ജ് ചെയ്യിച്ച് വലിയൊരു തുക എടുക്കുന്നു. എന്നോട് പറയുന്നു, ഈ ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുത്തു, പ്രോജക്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും, 4 മാസത്തിനുള്ളിൽ പ്രോജക്റ്റ് ഉണ്ടാകും, എനിക്ക് വലിയൊരു ശമ്പളം പറയുന്നു. അങ്ങനെ ഞാൻ ഇതിന് പുറമെ തമിഴിലെ വലിയ 2 നടന്മാരെ കൂടെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നു. അവരോട് പോയി കഥ പറയുന്നു. അവരെ ഒന്നും എനിക്ക് പരിചയമില്ല. ഈ 3 നടന്മാരെ എനിക്ക് യാതൊരു പരിചയമില്ല. എല്ലാവരുടെ അടുത്തും ഞാൻ കഥ പോയി പറഞ്ഞ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അവരെല്ലാം നല്ലപോലെ എന്നോട് എൻ്റെ സബ്ജക്റ്റ് കേട്ടിട്ട് മാത്രം സമ്മതിക്കുന്നു. വലിയൊരു ക്യാൻവാസിൽ ബൈലിംഗ്വലായിട്ട് തമിഴിലും മലയാളത്തിലുമായി സിനിമ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് വരികയാണ്. അപ്പോൾ ഞാൻ കൊടുത്ത പൈസ മലയാളത്തിലെ പ്രമുഖ നടന് കൊടുത്തു എന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൾ പിന്നീട് ഞാനൊരു സമയത്ത് അദ്ദേഹം എന്നാന്ന് ചോദിച്ചാൽ ഒരു സിനിമ നടക്കുമ്പോൾ അടുത്ത സിനിമയുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് അടുത്തിരിക്കുന്ന ആൾക്കാർ പറയാണ്, ഇനി റജീസ് അങ്ങോട്ട് വരണ്ട, നിർമ്മാതാവിനോട് എത്രയും വേഗം അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസ ഇതുവരെ ഒന്നും കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ 5 നയാ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ അതൊരു പൂർണ്ണമായി എന്നെ അതുവരെ എൻ്റെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാമല്ല നിന്നു. ഞാൻ പലരോടും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ വലിയ തട്ടിപ്പുകൾ നടത്തി വലിയ സിനിമകളൊക്കെ മുന്നേ ചെയ്ത ആളാണ്. അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് ഇപ്പോൾ മലയാളത്തിലൊരു അനുകൂല സാഹചര്യം ഉണ്ടാക്കി വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല. ഞാനിതറിഞ്ഞു എന്ത് ചെയ്യണം. എൻ്റെ സ്ഥലം പോയി അന്വേഷിക്കുന്നു. എനിക്ക് ചെക്ക് തരുന്നു. ചെക്ക് പലതവണയായിട്ട് മടങ്ങുന്നു. എൻ്റെ സ്ഥലം വേറൊരാളുടെ കയ്യിലേക്ക് ഇയാൾ മറിച്ച് വയ്ക്കുന്നു. 50 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 90 ലക്ഷത്തിലേക്ക് അയാളത് മറിച്ച് വയ്ക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കിടപ്പാടം വരെ പോകുന്നു. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു. 5 മാസം വാടക കൊടുക്കാനില്ല. എൻ്റെ വണ്ടി വിൽക്കുന്നു. നിരവധിയായ പ്രശ്നങ്ങൾ. ഞാൻ അപ്പോഴാണ് ഈ കൃപാസനത്തിലേക്ക് ആദ്യമായി വരുന്നത്. ആദ്യമായി വന്ന് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടു. ഇവിടുന്ന് പോയി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് പറയാനുള്ള ഒരു ധൈര്യം വന്നു. അതുവരെ എനിക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ സിനിമ ഭാവിയെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മളൊരു തുടക്കക്കാരൻ, ആദ്യം ഒരു സിനിമ ചെയ്തു, അത് വിജയിച്ചു, അത് മാത്രമേ എനിക്കുള്ളൂ അഡ്രസ്സ്. പക്ഷേ മാതാവ് ഇവിടുന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് നീ പോയി പറയുക. ഞാൻ പ്രധാന നടനോട് പറയുന്നു. അദ്ദേഹം പെട്ടെന്ന് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നോട് പറയുകയാണ്, നിങ്ങളെന്തിനാണ് പൈസ മുടക്കാൻ പോയത്, നിങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാനുള്ള അവസരം ഞാൻ തന്നു. ഞാൻ ഉടനെ അയാളെ വിളിക്കാം. ആ നിർമ്മാതാവിനെ വിളിക്കുന്നു. അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അയാൾ കുറച്ച് ദിവസം സമയം ചോദിക്കുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ചെക്ക് തരുന്നതിൻ്റെ ചെക്ക് മടങ്ങുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ മുന്നോട്ടുള്ള നീക്കം ശരിയല്ല എന്ന് കാണുമ്പോൾ ഈ പലരും സിനിമയിലുള്ള പലരും എന്നെ ഉപദേശിക്കുന്നു. നമ്മളങ്ങനെ എൻ്റെ അസോസിയേഷൻ എനിക്ക് വേണ്ടി മീഡിയേഷൻ ഇയാളെ വിളിക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടന, ഞാൻ തിരക്കഥാകൃത്തുക്കളുടെ സംഘടനയിലും സംവിധായകരുടെ സംഘടനയിലും അംഗമാണ്. അവർ വിളിക്കുന്നു, മീഡിയേഷൻ വെക്കുന്നു, ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഇദ്ദേഹത്തിന് നേരത്തെ കുടിശ്ശികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ വരുന്നു. അവിടെ വരുമ്പോൾ പഴയ വലിയ വലിയ സിനിമകൾ ചെയ്തുള്ള നിർമ്മാതാക്കൾ എനിക്ക് തന്ന ചെക്ക് മടങ്ങിയ ചെക്ക് ഇദ്ദേഹത്തിൻ്റെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പാവം പയ്യനെ നിങ്ങൾ അയാളുടെ ഭാവി കളഞ്ഞത്? ഇയാൾ ആദ്യ സിനിമ ചെയ്ത് 75 ദിവസമുള്ള ഓടിയൊരു സിനിമയാണ്. നിങ്ങൾ ഇത്രയും പേര്, മലയാളത്തിലെ വലിയൊരു സൂപ്പർ സ്റ്റാർ, തമിഴിലെ വലിയ 2 സൂപ്പർ സ്റ്റാർസുകൾ സമ്മതിച്ചിരിക്കുന്ന ഇത്രയും ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ ഇല്ലാതായത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളുടെ കുടുംബം നശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടിയില്ല. അപ്പോൾ അവർ പറഞ്ഞ് എത്രയും വേഗം ഇയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അത് സെറ്റിൽ ചെയ്ത് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സ്റ്റേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്നോട് 2-3 മാസം അസോസിയേഷൻ വഴി സാവകാശം ചോദിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവർ ഫോൺ എടുക്കുന്നില്ല. അസോസിയേഷൻ്റെ ഭാരവാഹികൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇയാളുടെ അനുഗ്രഹമായിട്ട് കോവിഡ് ഇങ്ങനെ വരുന്ന സമയമാണ്. അപ്പോൾ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായി എനിക്കൊരു അനുഗ്രഹം കിട്ടിയത്, അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. അവർ ഇനീഷ്യേറ്റീവ് എടുത്ത്
ചെറിയൊരു തുക, ഏകദേശം 1,00,000 രൂപ അതിൻ്റെ പ്രിലിമിനറി എക്സ്പെൻസായിട്ട് വേണം. എൻ്റെ കയ്യിൽ 1000 രൂപ പോലും തേച്ചെടുക്കാനില്ലാത്ത അവസ്ഥ, ഞാനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് എന്നോടുള്ളൊരു ഹ്യൂമൻ കൺസിഡറേഷനിൽ അവരെ പൈസ കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലവുമായിട്ട് അത് സിവിൽ കേസാകുന്നു. അങ്ങനെ എനിക്ക് ആ സ്ഥലം അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ പിന്നീട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 2.5 വർഷം ഞാൻ വീട്ടിലിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. മാതാവ് എനിക്കിവിടെ വരാൻ പോലും പറ്റുന്നില്ല. കോവിഡ് കാരണം പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം കോവിഡ് ഒതുങ്ങിയപ്പോൾ ഞാൻ ഇതിലൂടെ മുന്നിൽ പോയപ്പോൾ പുറത്ത് നിന്നിട്ട് പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ പള്ളികളും അമ്പലങ്ങളും ഒക്കെ അടച്ചിട്ടിരിക്കുന്ന പോലെ ഈ കൃപാസനം അടച്ചിട്ടിരിക്കുക. ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചു തരിക. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് 2022 തോന്നുന്നു അവസാനം ജൂൺ മാസം ഞാനിവിടെ വരിക. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അനുകൂലമായിട്ട് കേസ് വിധിച്ചു. ബാക്കി പക്ഷേ ചെക്ക് കേസിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് 10% നമ്മൾ കോടതിയിൽ കെട്ടിവെക്കണം. വലിയൊരു തുകയാണ്. വലിയൊരു തുക എന്നെക്കൊണ്ട് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് അത്രയും വലിയ തുക ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പ്രൊവിഷനുമില്ല. എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ വരുവാണ്. രണ്ടാമത് വന്ന് ഞാൻ ആ വാതിൽക്കൽ നിന്ന് കേൾക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ്. അച്ഛൻ പ്രസംഗിക്കുക, ജോസഫ് അച്ഛൻ, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക. ഞാനിവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ച് ചെന്ന് 2ാമത്തെ ദിവസം എൻ്റെ സുഹൃത്ത് എന്നോട് വിളിക്കുകയാണ്, ഒരാൾക്ക് നിങ്ങളൊന്ന് കാണണം, നിങ്ങൾ ദയവേദി ഇങ്ങോട്ട് വരിക. ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് എത്ര രൂപയാണ് കോടതിയിൽ കെട്ടേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, വലിയൊരു തുക കെട്ടണം, 7 ലക്ഷം രൂപയോളം കെട്ടണം. അയാൾ പറയാം, ഞാൻ തരാം. അത്ഭുതമെന്ന് പറയണ്ടു. അയാൾ ആ പൈസ അവിടെ കെട്ടുന്നു. കോടതിയിൽ 2ാമത് വീണ്ടും കേസ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വളരെ സിവിൽ കേസിൻ്റെ കാര്യം അറിയാമല്ലോ, നീണ്ടു പോവാണ്. പക്ഷേ എന്നാലും എനിക്ക് അനുകൂല വിധിയിലേക്ക് 2ാമതും വരുവാണ്. ഞാനിവിടെ 3ാമത് വരുന്നു. കേസിൻ്റെ വിധി നാളെയാണ്. ഇന്ന് ഞാൻ വരുവാണ്. എനിക്ക് അച്ഛനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അച്ഛനെ ഒന്ന് കാണണമെന്ന് എൻ്റെ മനസ്സിൽ ഉണ്ട്, പക്ഷേ കാണാൻ പറ്റിയില്ല. അതിന് തവണ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയും അച്ഛനെ ഒന്ന് കാണണം. ഞാൻ അവിടെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ അച്ഛനെ കാണാൻ എല്ലാവർക്കും പറ്റില്ല, അത് നേരത്തെ സംസാരിക്കണം, ബുക്ക് ചെയ്യണം, തക്കതായ കാരണങ്ങളുണ്ട്, എന്തെങ്കിലും പേപ്പറുകളൊക്കെ വേണമെന്ന് പറയുന്നു. എൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഞാനവിടെ വളരെ നിരാശയോടുകൂടി നിൽക്കുമ്പം എൻ്റെ മൊബൈലിലൊരു എന്തോ ഒരു റെക്കോർഡ് ഉള്ള പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പം കോടതിയിൽ ഒരു പേപ്പറുണ്ട്. ഞാനിവിടെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് അന്വേഷിച്ച് നടന്നു. ഒരിടത്ത് പോയി പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ കൊണ്ട് ഓഫീസിൽ കാണിച്ച് അവിടെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് അച്ഛനെ ഒന്ന് കണ്ട് കാണിക്കുക. അവർ തന്ന പേപ്പറുമായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഇവിടെ വെച്ച് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വെച്ചു. പേടിക്കണ്ട, കേസ് നിങ്ങൾക്ക് അനുകൂലമായി വരും. നിങ്ങൾ മാതാവിൻ്റെ അടുത്തൊന്ന് സാക്ഷ്യം പറയണം. അച്ഛനൊരു മരീൻ മെഡൽ എനിക്ക് തന്നു. മെഡലുമായി ഞാൻ പോയി. 2ാമത്തെ ദിവസം നാളെ കോടതിയാണ്. കോടതിയിൽ ആ സമയത്ത് ഈ നിർമ്മാതാവ് 21 ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. വണ്ടി തട്ടിപ്പ്, പണയത്തിന് വണ്ടി എടുക്കുക. അങ്ങനെ അയാൾ വർഷങ്ങളോളം പലരെയും പറ്റിച്ച് നടന്നിട്ട് എൻ്റെ കേസിന് എനിക്ക് അനുകൂലമായി വിധി വരുന്ന സമയത്ത് അദ്ദേഹം ജയിലിലാണ്. എനിക്ക് കേസ് അനുകൂലമായിട്ട് വരുന്നു. അത്ഭുതം എന്ന് പറയണ്ടേ, ഇപ്പോഴും സിവിൽ കേസ് അത് വിധി നടത്തിപ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത തവണ വരുമ്പോൾ എൻ്റെ സിനിമ പല പ്രോജക്റ്റുകളും ഞാൻ ആലോചിച്ചു. ഈ പ്രോജക്റ്റ് വലിയൊരു ക്യാൻവാസിൽ ഔട്ട്ഡോർ ചെയ്യേണ്ട കേസാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ഇൻഡോർ സിനിമകളിലേക്ക് പോയി. അപ്പോൾ ഔട്ട്ഡോർ വലിയ ക്യാൻവാസ് വലിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഇൻഡോർ സിനിമകൾ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ സിനിമ അങ്ങനെ ഫ്രീസായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പല പ്രോജക്റ്റുകൾ അയച്ചു, ഒന്നും നടക്കുന്നില്ല. ഞാൻ അടുത്ത തവണ 4ാമത്തെ തവണ ഇവിടെ വരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്തെങ്കിലും എൻ്റെ തൊഴിലൊരു ഒരു ഇത് വരണം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിലും എന്നോട് പലരും പറയുന്നു, നിങ്ങളുടെ സിനിമ നടക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സിനിമ നിങ്ങൾക്കറിയാമല്ലോ, സിനിമക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായുള്ള അന്ധവിശ്വാസികളും എന്ത് പറഞ്ഞാലും അവർ ആ വഴി പോകും. എന്നുവെച്ചാൽ സിനിമ ഇല്ല. അപ്പം നിങ്ങളോട് പറയണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സമയം ഒന്ന് നോക്ക്. അപ്പോൾ ഞാനൊരു ദുർബല നിമിഷത്തിൽ എനിക്ക് തോന്നി, എന്നാലൊന്ന് ഒന്ന് പോയി നോക്കിയാലോ. ഞാൻ അവിടെ ചെന്നു. എൻ്റെ നാൾ വെച്ച് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, 2 വർഷത്തേന് നിങ്ങൾക്ക് ഭയങ്കര സമയം മോശമാണ്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് സിനിമ നടക്കില്ല, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി വരുന്ന വഴി പള്ളിയുടെ മുന്നിൽ കൂടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയതാണ്, കൃപാസനത്തിൽ പോകണം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. എന്തുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു ആശങ്ക വന്നു, ഒരു ആകുലത വന്നു, ഞാനിങ്ങനെ പോയി ഒരു വഴി തെറ്റി വേറെ രീതിയിലേക്ക് പോകുന്നത്. ഞാൻ തീരുമാനിച്ചു, ഏതോ ഒരു ശനിയാഴ്ച, ഞാൻ ഞായറാഴ്ച അന്ന് മുതൽ ഞാൻ തീരുമാനമെടുത്തു, നമ്മൾ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ നക്ഷത്രവാരം വരും, അതുപോലും നോക്കുന്നില്ല, നക്ഷത്ര ഫലം വരുമ്പോൾ അതുപോലും നോക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആ പേജ് വരുമ്പോൾ ഞാൻ സിനിമാ വിശേഷം വായിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യുക.
അന്ന് മൂലം തീരുമാനിച്ച മാതാവേ, എനിക്ക് പറ്റിയൊരു അബദ്ധം, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു അവസരം, എനിക്കൊരു നല്ലൊരു സിനിമ ചെയ്യാനൊരു അവസരം തരണമേ. ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നെ ഒരു പ്രൊഡ്യൂസർ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് അവർക്കൊരു ചെറിയ സിനിമ ചെയ്യണം. കുറേ പ്രവാസികളാണ്, അവർക്ക് അത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, 15ഓളം പേരുണ്ട്. അവരുടെ മുന്നിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ കഥയൊന്ന് കേൾക്കണം, ആശയമൊന്ന് കേൾക്കണം, അതൊന്ന് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഞാൻ കഥ പോയി കേൾക്കുന്നു. അത് ഞാനും വൈഫും കൂടെ അതിൻ്റെ തിരക്കഥ സംഭാഷണം എഴുതുന്നു, അത് സംവിധാനം ചെയ്യുന്നു. വളരെ യാദൃച്ഛികമായി ആ 4ാമത് ഇവിടെ വന്ന് ഞാൻ ഇനി നക്ഷത്രഫലം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അടുത്ത പ്രോജക്റ്റ് വരികയാണ്. 2 വർഷത്തിന് എൻ്റെ സമയം ശരിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് സിനിമ വരികയാണ്. ആ സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വർഗം എന്ന സിനിമ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്ര നിരാശരാണെങ്കിലും മാതാവ് നിങ്ങളെ കൈവിടിയില്ല. എനിക്കിതുപോലെ വേറെ സാക്ഷ്യങ്ങൾ പറയാനുള്ളത്, എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു മൂത്ത ചേട്ടൻ, അദ്ദേഹത്തിന് 9 വർഷമായിട്ടൊരു കേസ് നടന്നുകൊണ്ടിരിക്കുക. അവർ ഓർത്തഡോക്സ് സമുദായക്കാരാണ്. അപ്പോൾ അവർ ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അവിടുന്ന് മലിനജലം അപ്പുറത്തെ ഒരു പറമ്പിലേക്ക് ഒഴുക്കി. അവിടുത്തെ സ്ഥലവും ഹൗസ് ഓണറുമായിട്ട് കേസ് നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ അസോസിയേഷൻ സെക്രട്ടറി, അവർ ഹൗസ് ഓണറല്ല, വാടകയ്ക്ക് താമസിച്ചപ്പോൾ അവർ തൽക്കാലം അവരെല്ലാം പുറത്തുള്ളവരാണ്, NRIs ആണ്, അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവരുടെയാണ്. അപ്പോൾ ഇവരെ തൽക്കാലത്തിന് പിടിച്ച് ഈ സെക്രട്ടറി സ്ഥാനത്ത് നിർത്തി അവർക്കെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ കോടതിയിൽ? കോടതി വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ ഒന്ന് പോവാം. അങ്ങനെ അവർ 1 മാസം ഇവിടെ കൃപാസനത്തിൽ വന്നു. തൃശ്ശൂരിൽ നിന്ന് ചേർത്തല വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ഭയങ്കര മഴ. അപ്പോൾ അവർ ടാക്സി പിടിച്ച് ഇവിടെ വന്നപ്പോഴേ സമയം പോയി, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞ് അവരുടെ കേസിൻ്റെ ഫൈനൽ ഹിയറിംഗ് നടക്കുകയാണ്. അതുവരെയുള്ള അവർ യഥാർത്ഥ ഓണർമാരല്ല എന്ന് കോടതി കണ്ടിട്ട് അവരെ വെറുതെ വിടുകയാണ്. അത് കഴിഞ്ഞ് അവരിവിടെ ഒരാഴ്ചക്കുള്ളിൽ വന്ന് ഉടമ്പടി എടുത്തു. അതുപോലെ എൻ്റെ വൈഫിൻ്റെ ചെവിയുടെ പിന്നിലൊരു ചെറിയ ഒരു തടിപ്പ്, ഒരു സിസ്റ്റ് പോലെ. അപ്പോൾ അവൾക്ക് ഈ തല കുളിച്ച് കഴിയുമ്പോൾ തലനീരിങ്ങനെ ഇറങ്ങും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ചെറിയൊരു സിസ്റ്റാണ്, ഒരു കാര്യം ചെയ്ത് വെച്ചോണ്ടിരിക്കേണ്ട, നിങ്ങൾ സ്കാനിങ് ചെയ്ത് നോക്ക്. ഇപ്പോൾ സ്കാനിങ് ചെയ്ത് നോക്കി, ഒരു ജനറൽ ഒരു MD വലിയ പ്രഗത്ഭനായ ഡോക്ടറാണ് ഇത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ഞങ്ങളൊരു സ്ഥലത്ത് പോയി സ്കാനിങ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നപ്പോൾ വൈഫ് ഇവിടെ അങ്ങനെ സജീവമായിട്ട് വരുന്നത്. ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്കിവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി വീട്ടിൽ ചെന്ന് ഉടമ്പടി തൈലമെടുത്ത് കഴുത്തിൻ്റെ പിന്നിൽ ഇവിടെ ഞരമ്പിൻ്റെ ഇവിടെ തേച്ച് പ്രാർത്ഥിക്കുന്നു. സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന ഡോക്ടർ പറയുകയാണ്, എവിടെയാണ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞത്? ഇവിടെ ഒന്നും കാണുന്നില്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അത്ഭുതങ്ങളായിട്ട് വരികയാണ്. കാരണം മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം അത്ഭുതമായിട്ട് പരിശുദ്ധ അമ്മ മാതാവിലൂടെ നടത്തി തരുന്നു എന്നുള്ളതിൻ്റെ ഭയങ്കരമായ അത്ഭുതങ്ങൾ എൻ്റെ മുന്നിൽ പല തവണയായിട്ട് ദൈവം കാട്ടിത്തരികയാണ്. ഇപ്പോൾ ഈ സ്വർഗം എന്ന സിനിമ വലിയ പ്രൊമോഷനോ പബ്ലിസിറ്റിയോ ഇല്ല, അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ പ്രൊഡ്യൂസർമാർക്കില്ല. വലിയ പ്രൊഡക്ഷൻ ഹൗസുകളുടെ വലിയ പടങ്ങൾക്കിടയിൽ യാതൊരു പരസ്യങ്ങളും, വളരെ പരസ്യം കുറവാണ്. പക്ഷേ മൗത്ത് പബ്ലിസിറ്റിയിൽ ഈ ഇന്നലെ 10-20 തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മാതാവിനോട് ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, മാതാവ് ഈ സിനിമ വിജയിപ്പിച്ചു തരണമേ. എനിക്ക് കരിയറിൽ എപ്പോഴും 2ാമത്തെ സിനിമയാണ് ഒരു സംവിധായകൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ആദ്യത്തെ സിനിമ എത്ര വിജയിപ്പിച്ചാലും ആൾക്കാർ പറയും അത് യാദൃശ്യമായിട്ട് വന്നു പോയൊരു കാര്യമാണെന്ന്. അപ്പോൾ 2nd ക്ലാസ് യാത്ര കഴിഞ്ഞ് സ്വർഗം വരുമ്പോൾ അത് എന്ത് സിനിമയായിക്കോട്ടെ, ആ സിനിമ വിജയിച്ചില്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ഭാവിയില്ല. എനിക്ക് ദൈവം അനുഗ്രഹിച്ച്, മാതാവ് അനുഗ്രഹിച്ച് ആ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് 2nd ക്ലാസ് യാത്രയെക്കാളും കൂടുതൽ അഭിപ്രായത്തോടെ അത് ഫാമിലിയാണ് കാണുന്നത്. 40-45 വയസ്സുള്ള അമ്മമാരാണ് ആ സിനിമ കണ്ട് മൗത്ത് പബ്ലിസിറ്റി, പള്ളിയിൽ നിന്നും അച്ഛന്മാർ സിസ്റ്റർമാരൊക്കെ പോയി കണ്ടിട്ട് നല്ല സിനിമയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ആവശ്യമാണെന്ന് പറയുമ്പോൾ അതെല്ലാം മാതാവ് എനിക്ക് നേടി തന്നാണ്. മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബവും നിങ്ങളെല്ലാവരും മാതാവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതെനിക്കിവിടെ സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് നന്ദി പറയുന്നു. മാതാവിന് നന്ദി പറയുന്നു, അച്ഛന് നന്ദി പറയുന്നു. ഞാൻ നിർത്തുന്നു.